So we were discussing about working with Windows, chapter 2, and we discussed about operating system. So there are different operating systems like Microsoft, Windows, Unix, Linux, and like that. Okay. So operating system is an interface between user and computer hardware. Okay. നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് പാർട്സ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ there should be an operating system. കമ്പ്യൂട്ടറിന്റെ എല്ലാ ഹാർഡ്വെയർ മെമ്മറി കാര്യങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ കമ്പ്യൂട്ടർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. So there are different operating systems. They are DOS, Windows, Unix, Linux, like okay. So Windows operating system are the operating systems by Microsoft Windows. Okay, our pala versions in the Windows 7 and the Windows 8 in the, and the very latest version of Windows is 10. Microsoft Windows. ഓരോ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പുതിയ പുതിയ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുവന്നിട്ട് പുതിയ പുതിയ വേർഷൻസ് അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ് മൈക്രോസോഫ്റ്റ് 10. Okay, this is the latest version of Microsoft Windows. Okay, and we can divide this operating system based on the user interface. User interface എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് ഒരു റിക്വസ്റ്റ് കൊടുക്കും അല്ലേ? Sometimes we will access the files, we will listen to the music, and we will watch the videos, and we will open the images, we will do many things in computer, right? We will interact with the computer. We computer interact. So actually that is the user interface. Okay, they are interacting with the computer. Adina operating system user interface base divided. It is divided into three. Operating systems are divided or categorized into two types based on the user interface. നമ്മൾ എങ്ങനെ ആ കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? യെസ് മിസ്, ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും ചെക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ഓക്കെ, ലിസൺ ടു. സോ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആൻഡ് ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നത് യൂട്യൂബില്. ദെൻ യു ഷുഡ് വാച്ച് ദ ക്ലാസ്. ഓക്കെ, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ക്ലാസ് എന്തായാലും കാണും കേട്ടോ. ചിലപ്പോൾ ചില പോർഷൻസ് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിലായില്ല എന്ന് വരും. അപ്പൊ ആ പോർഷൻ നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ കേൾക്കേണ്ട ക്ലിയർ ചെയ്യാം. Okay, so we are talking about the user interfaces. Okay, computer two type of user interfaces in there. First one is graphical user interface and second one is character user interface. You know, the letters അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഒക്കെ അതൊക്കെയാണ് നമ്മൾ പൊതുവെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പാസ്വേഡ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് 8 ക്യാരക്ടേഴ്സ് റിക്വയർ, എന്താ പറയാ, ലെസ് ദാൻ 16 ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണൂല്ലേ. അപ്പൊ ഈ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിംബിൾസിനൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ കൂടുതലും ഇമേജ്, പിക്ചർ അതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. So there are operating systems are categorized into two types based on the user interface. Okay, first one is graphical user interface. So graphical user interface ipo ella വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. കാരണം ഇവിടെ graphical user interface പറയുന്നു. Okay, I'll talk about character user interface first. Okay, character user interface. Everyone has to listen to me. Okay, Angel the network is in the mole.
So, so I'm talking about character user interface first. Character user interface. So, we are giving a lot of instructions to computer. We computer what instructions to okay. Character user interface for example. Yeah. See, you can see an apple and orange here, right? Suppose I want to delete the picture of this apple. Okay, I'm going to delete the picture of the apple. Okay, but your computer instruction I want to delete the picture of this apple. The apple the picture under delete. Actually, this PC there. This is the E drive. E drive in the Apple picture. Okay. E Apple file type, item type it's a JPG file. The JPG file, picture file. Picture file in the extension JPG. Okay. That's clear at the Apple picture delete character user interface operating system delete the image. Okay, here I'm going to take the command prompt. This is called the command prompt. See, can you see a blackboard, black window? Yes. Yeah, it is a window. It is a window of command prompt. Command prompt. When your computer in this command. Okay, now type text type clear. That's a character user interface. Okay, all instruction I have to type. Okay, so this is the command prompt. Now I need to delete the apple. So Apple C drive I showed you that it was in the E drive. E and the drive. So it is C drive. So E drive Apple delete first drive ഇപ്പൊ ഞാൻ ഈ ഡ്രൈവിലേക്ക് മാറ്റാം അപ്പൊ ഈ ഒരു കോളൻ ഇട്ട് എൻ്റർ അടിച്ചാല് C drive is changed to E drive. Okay, C drive ആയിരുന്നു നേരത്തെ ഇപ്പൊ ഞാൻ E drive മാറ്റി അപ്പോൾ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിലീറ്റ് ആണ് ഡിലീറ്റ് സ്പേസ് എന്റെ പിക്ചറിന്റെ പേര് ആപ്പിൾ ഡോട്ട് JPG. That was my picture, correct? apple.jpg എന്നാണ് പിക്ചർ ആയിരുന്നു എനിക്ക് ഡിലീറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്താ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കമ്പ്യൂട്ടറിന് യൂസിങ് മൈ കമാൻഡ് പ്രോംപ്റ്റ് ഡിലീറ്റ് apple.jpg ഡിലീറ്റിന്റെ DEL എന്ന് പറഞ്ഞ ഷോർട്ട് ഫോം ആണ് അപ്പൊ എന്റർ കൊടുത്തിട്ട് ഞാനത് ക്ലോസ് ചെയ്ത് നോക്കാം സി എന്റെ ആപ്പിളിന്റെ പിക്ചർ ഡിലീറ്റ് ക്ലിയർ Did you see that? There was an apple before. Then a command delete command enter. We cannot see the picture of the apple over there. So, in character user interface, okay, we are interacting with the computer using commands, words, computer type for the computer to shape it. Clear? We are giving commands. We are giving typed commands to computer to perform certain tasks. Clear? Okay, this is a command prompt. Like a command to type so it is really difficult. Delete and delete keyword. It's really difficult. But if you computers computers type commands type user computer interaction but നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നുണ്ടോ വലിയ വലിയ കമാൻഡ്സ് ഒക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുമ്പോൾ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ഫോർ us no so
Yes. Character user interface. CUI, character user interface. CUI based systems. So that lets us to interact with the computer by typing commands. Okay. We are giving commands by typing. We are using the keyboard. Okay. Clear. And the graphical user interface is the very familiar interface. Okay. Windows എല്ലാം graphical user interface ആണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. See, this is my desktop. Okay. എന്റെ സ്ക്രീനിൽ കുറെ പിക്ചേഴ്സ് കാണുന്നുണ്ട്. ഇല്ലേ? കുറെ കുഞ്ഞു കുഞ്ഞു. Okay, these small things, pictures, images are called icons. Okay. ഞാൻ നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ പറയാം. This is my orange. I want to delete it. Okay. You can see an orange here. It is in the E drive. E drive le ആപ്പിളിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓറഞ്ച് ആണിത്. ഇതെനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ. എന്ത് ചെയ്യണം ഞാൻ? കമാൻഡ് പ്രോംപ്റ്റിൽ കമാൻഡ് ഒന്നും ടൈപ്പ് ചെയ്യണ്ട. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണെങ്കിൽ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കാം. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ട് പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞ കീ ഉണ്ട്, അതിൽ പ്രസ് ചെയ്യാം. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ പിക്ചറിൽ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ഓപ്ഷനിൽ കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് പറ്റുന്നുണ്ട് അല്ലേ? സോ in graphical user interface, we are interacting with the computer using the small pictures, images and all. Okay. And it is user friendly. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? മൊബൈൽ എല്ലാം നിങ്ങൾ കണ്ടില്ലേ? പണ്ട് കീപാഡ് ആയിരുന്നെങ്കിൽ വളരെ ഡിഫിക്കൽട്ട്. നമ്മളിങ്ങനെ കുറെ താഴോട്ട് മേലേക്ക് പ്രസ് ചെയ്തിട്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ബട്ട് നൗ നമ്മുടെ ഫോൺ എടുക്കുക, ഓരോരോ ഐക്കൺ ഉണ്ട്. സിംപ്ലി നമ്മൾ ഇത് ചെയ്യുന്ന പോലെ ഫോൺ എടുക്കുക, ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. വാട്സപ്പ് എടുക്കണമെങ്കിൽ വാട്സപ്പിന്റെ ഐക്കണിൽ ടച്ച് ചെയ്യുക, ഓപ്പൺ ആയി വരും. ഓക്കെ. ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഓക്കെ. സോ ഇതില് യൂസർ ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ആണ്. നമുക്ക് ഗ്രാഫിക്കൽ സിമ്പിൾസും ഐക്കൺസ്, മെനൂസ്, ഇമേജസ് എല്ലാം വെച്ച് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഹിയർ വി ആർ യൂസിംഗ് graphical images, symbols, icons and menus. Clear? So Windows le character based interface ആണോ graphical user based user interface ആണോ ഉപയോഗിക്കുന്നത്? It is graphical user interface. കണ്ടോ? ഈ ഇതുപോലെ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? കുറെ പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചേഴ്സ് കണ്ടാൽ നമുക്ക് we can identify what it is. We can identify this icon. This is an icon of zoom. ഇത് സൂമിന്റെ ഐക്കൺ. ഇത് നിങ്ങൾ സൂമിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? This is an icon of zoom and this one shows the WhatsApp. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഇമേജസിൽ ക്ലിക്ക് ചെയ്താൽ മതി നമുക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ. കമാൻഡ് ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? Did you understand the difference between graphical user interface and character user interface? Yeah. Now we are going to talk about Windows. Okay. Windows. So did you see my screen? Can you see my screen? With a blue background? Yeah. So, in the computer, power button ഉണ്ട് അല്ലേ? Okay, computer on ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ power button press ചെയ്യും. Okay, I'll press the power button to switch on my computer. Okay, ആ power button press ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ആയി വരുന്ന വരെ ഒരു ടൈം എടുക്കും അല്ലേ? അപ്പൊ ആ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഈ ഒരു സ്ക്രീൻ കിട്ടുന്ന വരെയുള്ള ഒരു പ്രോസസ്, അവിടെ ഒരു ബൂട്ടിംഗ് ഉള്ള ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ് ആണ് ബൂട്ടിംഗ്. ബൂട്ടിംഗ് മീൻസ് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും മെയിൻ മെമ്മറിയിലല്ല, സെക്കൻഡറി മെമ്മറിയിലായിരിക്കും അല്ലെ? പെർമനന്റ് മെമ്മറിയിലായിരിക്കും, മെയിൻ മെമ്മറിയിലായിരിക്കില്ല, വേറെ മെമ്മറിയിലായിരിക്കും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ കുറെ പ്രോഗ്രാമോ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്.
അതെല്ലാം കമ്പ്യൂട്ടറിന് ആവശ്യമാണ്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. അപ്പൊ അത് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർസ് ഓർ പ്രോഗ്രാംസ് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ബൂട്ടിംഗ്. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനൊരു വിൻഡോ വരുന്നത് വരെ ആണ് ആ ബൂട്ടിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ we will get a screen like this. ഇതുപോലൊരു സ്ക്രീൻ. You can see the same picture in your textbook, right? Yeah, it is called the desktop. ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളതില്ലേ, കുറെ പിക്ചേഴ്സ് ഒക്കെ ആയിട്ട്, കുറെ ചെറിയ ചെറിയ പിക്ചേഴ്സ് ആയി കാണുന്ന അതിന് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ ഡെസ്ക്ടോപ്പ്. ക്ലിയർ? നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിനെ വി ഹാവ് സീൻ അബൌട്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ, ഡെസ്കിന്റെ ടോപ്പിൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ദാറ്റ്. ഇപ്പോ ആ സ്ക്രീനിനെയാണ് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഫസ്റ്റ് സ്ക്രീൻ, ആദ്യം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഈ സ്ക്രീൻ. ഓക്കെ, ഇതിനെയാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയാം. ഓക്കെ, ഇൻ എ ഡെസ്ക്ടോപ്പ് there are few icons. See here in the corner you can see a start button. And our mouse pointer going to it. Can you see it? Here. It is the start button. Yeah. A start button will be there in the desktop. Okay. If we click on that start button, we will get a lot of menus. Kore menu undu. Namukku idinathunnu edha vendathu adu namukku choose cheyyam. Clear? And here is a white ribbon. ഇത്രയും നീളത്തിൽ കിടക്കുന്നുണ്ടോ ഏറ്റവും താഴെ കുറച്ച് വീതിയിൽ? Can you see it? White color. Yeah, it is called the task bar. It is called the task bar. Task bar. Clear? It is the task bar. Okay. And ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു pictures അല്ലേ, കുഞ്ഞു കുഞ്ഞു images, these are called the icons. What are they? They are the icons. Okay. ഈ icons എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഫയൽസ് ആയിരിക്കും. സോ LKG മാത്സ്, ഓക്കെ, ഇതൊരു വേർഡ് ഫയലാണ്. ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ LKG മാത്സ്. ഓക്കെ, അത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇമേജസ് നമുക്ക് കാണുന്നത്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് വരും. ഇതിൽ കുറച്ച് മിക്ക ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു പിക്ചർ ആണല്ലോ അവിടെ ഉള്ളത്. Okay, let me close it. So this is an icon of Zoom. Zoom class. Zoom-ൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സൈൻ ചെയ്യും. ഇനി വാട്സ്ആപ്പ് എടുക്കണമെങ്കിൽ I can click on this icon. Then yeah, this PC. ഇവിടുത്തെ കുറെ ഫോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ there are a lot of icons in the desktop. Yeah. നേരത്തെ പറഞ്ഞ ഒന്നും കൂടി പറയോ? എന്റെ ക്ലാസ് കട്ടായിട്ട് എനക്കൊന്നും കേൾക്കാൻ പറ്റിട്ട. ആരായിരുന്നു ഷഹമ? ഓക്കെ, ലാസ്റ്റ് എവിടെ വരെ കേട്ടത്? ആ മിസ് ഡിലേറ്റ് എല്ലാം ആക്കുന്ന കാണിച്ചു തന്നിട്ട് അതുവരെ ഞാൻ കേട്ടിട്ടോ. ഓക്കെ, സോ അത് ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. അത് ഏതായിരുന്നു? മറ്റേ കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്തതാണോ അത് ശേഷം കഴിഞ്ഞ ഓറഞ്ചിന്റെ പിക്ചർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഓറഞ്ച്. ഓക്കെ ഓക്കെ, സോ ഞാനിപ്പോ പറഞ്ഞത് വിൻഡോസിന്റെ ഡെസ്ക്ടോപ്പിനെ കുറിച്ചാണ്. സോ നമ്മൾ കമ്പ്യൂട്ടറിന്റെ പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയൊരു ഡെസ്ക്ടോപ്പ് സ്ക്രീൻ, ദിസ് ഇസ് ദ ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് വിൻഡോസിന്റെ ഡെസ്ക്ടോപ്പ്. ഇതിനെ നമ്മൾ ഈ സ്ക്രീനിനെ നമ്മൾ ഡെസ്ക്ടോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഡെസ്ക്ടോപ്പിൽ there is a start button here. Okay, here in this corner there is a start button. If we click on that start button, we will get a lot of menus. നമുക്ക് ഇതിനകത്ത് എന്താണോ വേണ്ടത് ആ മെനുസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. We can choose whatever we want from the start. Okay, from this menu. Okay, then here is a white ribbon like thing. Here, the white color is the control. That is called the task bar. A white color ribbon and a task bar.
Okay. പിന്നെ in this desktop you can see a lot of icons. Okay, ചെറിയ ചെറിയ പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ? ഇത് അതിനെയാണ് നമ്മൾ ഐക്കൺസ് എന്ന് പറയുന്നത്. ഡെസ്ക്ടോപ്പിൽ കാണുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സിനാണ് ഐക്കൺ. ഐക്കൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ആയിരിക്കാം. സൂമും വാട്സപ്പ് ഒക്കെ പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. ദെൻ ഓക്കെ, ഇത് പ്രസന്റേഷന്റെ ഒരു ഫയൽ, ചിലപ്പോൾ ഫയൽസ് ആയിരിക്കാം, അങ്ങനെ ചിലപ്പോൾ ഫോൾഡേഴ്സ് ആയിരിക്കും. ഇറ്റ്സ് എ ഫോൾഡർ. അജിത് സാറിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഫോൾഡർ ആണ് ഇത്. മാനസമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫയൽസ് ഒക്കെ ഉള്ള ഫോൾഡേഴ്സ് ആണ്. അപ്പോ ഡിഫറെന്റ് ഐക്കൺസ് ഉണ്ട്. ഓക്കെ, ഇതാണ് പറഞ്ഞത്. പിന്നെ ഐ ടോൾഡ് യു അബൌട്ട് ബൂട്ടിംഗ്. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് വിൻഡോസ് നമുക്കത് ഓൺ ആയി വരുന്ന പ്രോസസ് ആണ്. സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തില്ല. ഓക്കെ, so when you switch on the computer, the Windows operating system automatically starts. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യും. The first screen that appears on the monitor after booting is known as desktop. Okay, കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന കുറച്ച് സമയം എന്താ ബൂട്ടിംഗ് പ്രോസസ് ഉണ്ട്. ബൂട്ടിംഗ് കുറച്ച് സമയമല്ല, വളരെ കുറച്ച് നേരമേ ഉള്ളൂ. ബൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലെ ചില സോഫ്റ്റ്വെയർസ് ഉണ്ട് which is really essential. ആ സോഫ്റ്റ്വെയർസിനെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ബൂട്ടിംഗ്. Okay, then in desktop it contains small graphical symbols known as icons. ചില symbols ഉണ്ട് അല്ലെ, ചില graphical, ചില കുഞ്ഞു കുഞ്ഞു images ഉണ്ട്. Those are called icons. And a long horizontal bar, ഏറ്റവും താഴെ കാണുന്ന horizontal bar, it is called the task bar. Okay, you can see it now also. ഇപ്പോഴും കാണും task barൽ you can see the time and date, then network, about the internet connectivity, charge, okay, temperature and zoom. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ കാണുന്നുണ്ട്. I can see that. Okay, then start button, അത് നമ്മൾ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ എന്താണോ ഉപയോഗിക്കേണ്ടത് അത് ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള മെനുവിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ വേർഡ് ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നമുക്കത് ഈസിലി ആക്സസ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, നൗ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. ഓക്കെ, ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഫയൽസ് ആയിട്ടും ഫോൾഡേഴ്സ് ആയിട്ടൊക്കെയാണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, okay, so ഓരോ ഫയലിനെയും files, folders, icons, sorry, file, folders, application, these are represented by icons. I told you before. ഓരോ file, see, this is icon of WhatsApp. WhatsApp is an application. Zoom is also an application, and this UKG Maths, LKG Maths, actually those are word files. ക്വസ്റ്റ്യൻ പേപ്പർ വേർഡിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസ് ആണ്, വേർഡിലുള്ള ഫയൽസ് ആണ്. ഓക്കെ, then this is a folder. അജിത് സാറിന്റെ ഫയൽസിന്റെ ഫോൾഡർ ആണിത്. Okay, you just wait, you will see that. ലോഡ് ആവുന്ന സമയം എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം റിപ്പീറ്റ് ചെയ്തതാണ്. ഈ ആപ്ലിക്കേഷൻസ്, ഫയൽസ്, ഫോൾഡേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ഐക്കൺസ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ് നമ്മൾ മൈക്രോസോഫ്റ്റിൽ വിൻഡോസിൽ യൂസ് ചെയ്യുന്നത്, MS വിൻഡോസിൽ യൂസ് ചെയ്യുന്നത്. സോ all these files and folders and applications are represented by icons. Okay, clicking on these icons allows the user to quickly access the corresponding files, folders or programs. Okay, graphical user interface ആയതുകൊണ്ട് നമുക്ക് ഫയൽസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, കമാൻഡ്സ് ഒന്നും അടിച്ചു കൊടുക്കണ്ട. You only need to click on that icon. ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. Okay, suppose, okay, here is the icon for Chrome. ഇന്റർനെറ്റ് ബ്രൗസർ ആണ്, ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് Chrome.
അതിൽ ക്ലിക്ക് ചെയ്താൽ I'll get the Chrome. Okay. Then what is next? Then here is the presentation for ഇത് ഞാൻ 7ാം ക്ലാസ്സിന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു presentation ആക്കി വെച്ചാന്ന് വെച്ചാൽ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തതാണ് PPT പ്രസന്റേഷന് വേണ്ടിയിട്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഞാൻ ആ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ എനിക്ക് കാണാം. Okay. Okay. So, നമ്മളിപ്പം I told you before, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, for your exams and teachers are preparing the question papers using the Word and okay, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വേർഡ് ഫയലാണല്ലോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ വേർഡ് ഫയൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ഫയൽ ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ we should save that in the computer memory. ഓക്കെ, എന്നാ മാത്രമേ ഇന്ന് ഞാനിപ്പോ ചെയ്തിട്ട് നാളെ വന്ന് അത് എടുത്ത് എനിക്ക് നോക്കണമെങ്കിൽ I should save that in the computer memory. Okay, then only I will be able to access it tomorrow. Otherwise, I have to redo it. എല്ലാം ഞാൻ ഒന്നേന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങണം അല്ലേ. സോ ഇപ്പൊ നമ്മൾ ഒരു ഫയൽ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവും അല്ലേ. നമ്മള് ചുമ്മാ ടൈപ്പ് ചെയ്ത് വെച്ചാൽ പോരാ. ഇപ്പൊ കണ്ടോ, ഹിയർ ഇറ്റ് LKG maths, UKG maths second semester examination, UKG maths second semester examination. These are the question papers അല്ലേ. ഇപ്പൊ ആക്ച്വലി അത് ഏത് ക്ലാസിന്റെ ആണ്, ഏത് സെമസ്റ്റർ എക്സാം ആണ് എന്നൊക്കെ ഒരു പേര് കൊടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഫയൽ. Okay, then we can easily access that file. We can easily identify those files. Clear? If we give some kind of file name to those files, it will be easy to access. Clear? The files and folders stored in a computer need to be managed properly. അത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം അല്ലേ. നമുക്കത് നല്ല എന്താ പറയാ വീണ്ടും ആക്സസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അത് നല്ലൊരു പേരൊക്കെ ഇട്ട് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ലൊക്കേഷനിലൊക്കെ കൊണ്ട് സേവ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദ യൂസേഴ്സ് ആൻഡ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഇന്ന് ചെയ്തു വെച്ചു, നാളെ ആ ഫയൽ നമുക്ക് കിട്ടത്തില്ല, ഏതെങ്കിലും ഒരു പേരിലാണ് സേവ് ചെയ്യുന്നത്. ആ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പേരിൽ നമുക്കത് സേവ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us to access it in the future. Clear? എത്ര നാൾ കഴിഞ്ഞാലും ആ പേര് വെച്ചിട്ട് we can find the file. Clear? Yes, miss. Actually, a file is a collection of related data and information stored in a computer memory. Okay, ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറിലേക്ക് വേർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ ഈസ് കമ്മിങ് in October. Okay, so we have to prepare question papers. For that, we'll be using Word, Microsoft Word. Okay, Microsoft Word il type ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. Okay, Microsoft Word il type ചെയ്ത് അതൊരു മനസ്സിലാവുന്ന ക്ലാസ് 4 AI ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നത് ക്ലാസ് 4 AI S1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. പിന്നെ നോക്കുമ്പോൾ 4ാം ക്ലാസ്സിന്റെ കമ്പ്യൂട്ടറിന്റെ S1 ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്ലിയർ? കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷന്റെ കളക്ഷനാണ് നമ്മൾ ഫയൽ എന്ന് പറയാം. ഫയൽ ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ or information stored in the computer memory. Okay, the file is saved with a name related to the content. Okay, ആ ഫയലിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് റിലേറ്റ് ചെയ്യുന്ന നെയിം ആയിരിക്കും കൊടുക്കണം അല്ലെ. ആ ഫയലിലെ കോണ്ടന്റിന്റെ റിലേറ്റ് ചെയ്യുന്ന നെയിം ആയിരിക്കും നമ്മൾ ഫയൽ നെയിമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് 4 സ്റ്റുഡൻസിന്റെ ഒരു ലിസ്റ്റ് ഞാൻ റെഡി ആക്കി. I prepared a list of students in class 4. Okay, then I gave it a name, class 8 students. അല്ലെങ്കിൽ ഞാൻ വേറൊരു പേര് കൊടുത്തു, ഫേവറേറ്റ് ആക്ടേഴ്സ്. ആ ഫയലിന്റെ നെയിമും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല അല്ലെ.
ക്ലാസ് ഫോൾഡർ ഞാൻ ലിസ്റ്റ് ആക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ഫയലാക്കി ഞാൻ ഫേവറേറ്റ് ആക്ടേഴ്സിന് അതിന് പേരും കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്ക് ആ ഫയൽ പെട്ടെന്ന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. നമുക്കത് ഓർമ്മയില്ലെങ്കിൽ ഓക്കെ കുഴപ്പമില്ല പറ്റും. പക്ഷെ നമുക്ക് തോന്നിയ പോലെ പേര് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആ കോണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഫയൽ നെയിം കൊടുക്കുക. സോ that will be easy for us to locate it in the future. Okay. A file is saved with a name related to the content because it then makes locating a file easier. Okay. We can easily locate the file. Clear? So, when a file is created in a specific program, it is known by the application name. Okay. Computer, Word and the presentation and the Excel and different programs. Okay. നമ്മൾ ഏതാണോ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണോ നമ്മളൊരു സ്പെസിഫിക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ പ്രോഗ്രാമിന്റെ പേര് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ പേരിലായിരിക്കും ആ ഫയൽ അറിയപ്പെടുന്നത്. ഞാൻ ഇപ്പൊ വേർഡ് ഫയൽ എന്ന് പറഞ്ഞു അല്ലെ, അത് MS വേർഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫയലാണ്. അതുപോലെ എക്സൽ ഫയൽ, there is an application called Microsoft Excel. Okay. അപ്പൊ എക്സൽ ഫയൽ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ച് ഉണ്ടാക്കിയ ഫയൽസ് ആണ്. അപ്പൊ നമ്മൾ the application of the file is usually known by the application we use to prepare. നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ആണോ യൂസ് ചെയ്തത് അതിന്റെ പേരിലായിരിക്കും പൊതുവെ നമ്മളത് പറയും. ഓക്കെ. So, for example, a document created in MS Word is known as a Word file. MS Word il nammal file create cheyanengil adinu Word file ennu parayum. Excel aanengil Microsoft Excel aanu create cheyanengil Excel file. Okay. Next, folder. Folder endaanu vechal ariyo,